ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ളതാണ്. 1/2 കിലോ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഏകദേശം 300-400 ഗ്രാം കാണുമായിരിക്കും. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സോറി, ഉപ്പിട്ടപ്പം വീഡിയോ റെക്കോർഡായില്ലായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. എല്ലാതും നല്ലവണ്ണം മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറിക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിൽ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ ക്രഷ് ചെയ്തെടുക്കണം മിക്സിയിൽ. ഇത് നടുവേ പൊളന്നെടുക്കണം. എനിക്ക് ഇച്ചിരി എരിവ് കൂടുതൽ വേണ്ടതുകൊണ്ട് ഞാനിത് ചോറിനും യൂസ് ചെയ്യുന്ന കറിയാണ്. അതുകൊണ്ട് 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വലിയ എരിവില്ലാത്തതാണ്. ഇത് ഞാൻ നടുവേ പൊളന്നിടും. ഇത് ഞാൻ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ട് കാണിച്ചു തരാം. ചെമ്മീൻ കറിക്ക് നമുക്ക് 2 കൊടംപുളി വെള്ളത്തിലിട്ട് വയ്ക്കണം. അതുപോലെ ഒരു വലുതും ഒരു ചെറുതും 2 കൊടംപുളി വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മൾ മുമ്പ് എടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് നടുവേ കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഞാനിവിടെ 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഒരു ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ കിടന്നൊന്ന് പൊട്ടട്ടെ. നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. രണ്ട് 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. തീ ഇപ്പം സിം തീയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കുക. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ കാണാം. ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിനകത്ത് തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ റോസ് സ്മെല്ല് മൊത്തം പൂർണ്ണമായി മാറണം. കരിഞ്ഞു പോകരുത്. ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കുക. ഒരു ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇച്ചിരി എണ്ണ കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിലൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും എന്ന് പറയുന്നത്. നന്നായി ഇളക്കി ഇതിൻ്റെ സ്മെല്ല് മാറുന്ന വരെ നന്നായി ഇളക്കുക. നമുക്ക് ചെമ്മീൻ വേവാൻ ആവശ്യമായി 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിക്കണ്ട. ചെമ്മീൻ ഒരു 5 to 7 മിനിറ്റ്സുള്ള വേവേ ഉള്ളൂ. അത്രയും
വേവിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ചെമ്മീൻ അങ്ങ് റബ്ബർ പോലെ ആയിപ്പോവും. തീ ഫുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കുടംപുളി ചേർത്ത് കൊടുക്കുക. നന്നായി തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതാ നമ്മൾ വെച്ചിരുന്നത് ആ മസാല തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുക. നമ്മൾ ചെമ്മീനകത്ത് ഉപ്പ് ചേർത്തുന്നതുകൊണ്ട് മസാലയിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനിത് അടച്ച് വെച്ച് വേവിക്കാൻ പോകുന്നത് 5 to 7 മിനിറ്റ്സ് മാത്രം വേവിച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് റബ്ബർ പോലെ ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കണം. അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനിവിടെ ഒരു തേങ്ങയുടെ ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട്. അതും പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ചുവന്നുള്ളി, ഒരു വെളുത്തുള്ളി, ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ ഇവിടെ നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇപ്പം തന്നെ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. അത് നമുക്കൊരു 7 മിനിറ്റ്സ് വരെ വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പുണ്ട്. നമുക്ക് അരപ്പൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഉപ്പുണ്ട്. ഇനി ഒന്നുകൂടെ ഇന്ന് വേവട്ടെ. നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് അരപ്പ് ചേർക്കാം. ഒരുപാട് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് തിക്കും ആകരുത്. കുറച്ച് വെള്ളം കൂടെ ആവശ്യമുണ്ട്. മിക്സ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇത് വെട്ടി തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ചെറുതായ ഒരു തിള വന്നാൽ മതി. അതിന് ശേഷം തീ ഓഫ് ചെയ്യണം. കാരണം ഒരുപാട് തിളച്ചാൽ തേങ്ങ പിരിഞ്ഞു പോകും. അതുപോലെ തന്നെ ചെമ്മീൻ റബ്ബർ പോലെ ആയി പോവുകയും ചെയ്യും. അതുകൊണ്ട് തീ ഫുൾ തീയിലിട്ടിട്ട് ചെറിയൊരു തിള വരുന്നത്. ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പ് നോക്കണം. നമ്മുടെ കറിയിൽ നിന്ന് ആവിയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് മുകളിൽ വിതറി കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ മുകളിൽ തൂവി കൊടുക്കാം. ഞാൻ പക്ഷെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചോട്ടെ. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഗ്യാസിൽ നിന്ന് മാറ്റി വയ്ക്കണം. കാരണം ഈ അടുപ്പിൽ ചൂട് നിൽക്കുന്നതുകൊണ്ട് ചട്ടിയിൽ നിന്ന് ഇത് വീണ്ടും തിളച്ച് പറ്റിപ്പോകും. അതുകൊണ്ട് മാറ്റി വെച്ചിട്ട് 15 മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ.